ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ പറഞ്ഞ ലെവലിൽ തൊട്ട് മുകളിലാണ് നിഫ്റ്റിന്ന് ഓപ്പൺ ആയതല്ലേ. അതിനുശേഷം നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ആദ്യത്തെ മൂവ്മെൻറ്റ് നന്നായിട്ട് ക്യാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു നമ്മൾ ഗ്രൂപ്പിൽ നിന്ന്. പിന്നീട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുകയും ചെയ്തത്. അങ്ങനെ 2 ട്രേഡാണ് എടുത്തത്. 2 നല്ല പ്രോഫിറ്റ് തന്നെ ഇറങ്ങിയത് ഇന്നത്തെ ദിവസം. അപ്പോൾ നാളത്തെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ നാളത്തെ ലെവല് ഏകദേശം സപ്പോർട്ടായിട്ട് വരുന്നത് 24,600 ഒരു ചെറിയ സപ്പോർട്ടായിട്ട് വരും. പിന്നെ പ്രധാനപ്പെട്ട സപ്പോർട്ട് വരുന്നത് 24,550. 24,550 പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. മുകളിലേക്ക് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,670 ഒരു റെസിസ്റ്റൻസ് ആണ്. 24,750 ഒരു റെസിസ്റ്റൻസ് ആണ്. 24,750 കുറച്ചൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 24,850. അപ്പോൾ മുകളിലത്തെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 24,850 ഏറ്റവും ടോപ്പിൽ, അതിൻ്റെ താഴെ 24,750, പിന്നെ അതിൻ്റെ താഴെ 24,675. ആ റേഞ്ചിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. സപ്പോർട്ട് വരുന്നത് 24,600 ചെറിയ സപ്പോർട്ടാണ്. അതിനുശേഷം താഴെ മേജർ സപ്പോർട്ട് 24,550, അതിന് താഴെ 24,470 ആ റേഞ്ചിലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് നാളെ നമുക്ക് ഇത്തരം ലെവലുകൾ നോക്കിയിട്ട് തന്നെ എടുക്കാം. നാളത്തെ ദിവസം ഒന്നെങ്കിൽ ചെറിയൊരു ബിയറിഷ് അല്ലെങ്കിൽ സൈഡ് വേഴ്സ് ഒക്കെ ആയിരിക്കാനും സാധ്യത. വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷ നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും നാളെ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഓപ്റ്റിംഗ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ സൈഡിലേക്കാണെന്നതിൽ തീരുമാനം എടുക്കാം. ഓക്കെ.